എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയത്. ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോവാണ്. അതാ ഒരു പാത്രം നിറച്ച് തറവമുട്ട പുഴുങ്ങിയത്, കാടമുട്ട പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ അതാ പാല്. ഇത് പാക്കറ്റ് പാലല്ല, അല്ലാതെ വീടുകളിൽ നിന്ന് കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ ഒരു കട വേറെ കണ്ടിട്ടോ ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടാണ്. ആ കളറൊക്കെ കാണും. ഇത് പലയിടത്തും പോകുമ്പോൾ പല സൈസിലാണ്. ഇതൊരു വറുത്തരച്ച കളറിലൊക്കെ കേട്ടോ. കണ്ടോ, ചൂടാ, ഭയങ്കര ചൂടാ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക സിസിലിപുരം എന്നാട്ടോ. അതായത് വെങ്ങാനൂർ സിസിലിപുരം. അപ്പോൾ ഇവിടെ സുരേഷ് ഏട്ടൻ്റെ KR തട്ടുകട, അത് ആ കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 70 വർഷത്തോളമായി. 3ാമത്തെ തലമുറയിലെ ആളാണ് ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നാടൻ കോഴി പെരട്ടാണ് സ്പെഷ്യലായിട്ട് കിട്ടുന്നത്. അത് കൂടാതെ ഉച്ച സമയത്ത് വന്നാൽ 50 രൂപയ്ക്ക് ഊണൊക്കെ കിട്ടും. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ KR തട്ടുകടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഈ കട എൻ്റെ അമ്മമ്മയുടെ കാലം തൊട്ടുള്ളതാണ്. അമ്മ അടുത്ത് ഞങ്ങൾ അങ്ങനെ, അതായത് അമ്മമ്മ ഒരു 70 വർഷത്തോളം ആയി കട. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരിമാരൊക്കെ നടത്തിയിരുന്നു. അവർ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ബ്രേക്ക് വന്നു. എനിക്ക് കുറച്ച് നാൾ ട്രാൻസ്പോർട്ടിലൊക്കെ ജോലി ഉണ്ടായിരുന്നു, കണ്ടക്ടറായിട്ടൊക്കെ എംപ്ലോയ്മെൻറ്റിൽ നിന്നായിരുന്നു. ആ ജോലിയൊക്കെ പോയപ്പോൾ വീണ്ടും ഞാനിത് കട ഞാനിപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ എങ്ങനെയായാലും 10-80 വർഷത്തിന്റെ പുറത്ത് 70 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടിക്കാലമൊക്കെ ഞങ്ങളൊക്കെ ജനിച്ചത് ചായക്കടയിൽ തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നാടൻ കോഴി പെരട്ടാണ് സ്പെഷ്യൽ. പിന്നെ താറാമുട്ട പുഴുങ്ങിയത്, ഏത്തമ്പഴം പുഴുങ്ങിയത്, കാടമുട്ട പുഴുങ്ങിയത്, പാല്, പിന്നെ ബീഫ്, കപ്പ. വൈകുന്നേരം ആകുമ്പോൾ ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, ബറോട്ട. രാത്രി 11 മണി വരെ ഉണ്ട്. രാവിലെ 4:45 തുടങ്ങിയിട്ട് രാത്രി 11 മണി വരെ. ഇല്ല, ഒറ്റ ദിവസം അവധി, എല്ലാ ദിവസവും ഉണ്ട്. നാടൻ കോഴി എന്ന് വെച്ചാൽ 250 ഗ്രാം, 1/4 കിലോ എന്ന് പറയും. 250 ഗ്രാം 120 രൂപയാണ്. 1 കിലോ 480 രൂപ. ഊണ് 50 രൂപ. ചോറ് കറി എല്ലാം കൂട്ടിയിട്ട് 50 രൂപയാണ്. ഈ സ്ഥലത്തിന് എന്താ പറയുന്നത് ശരിക്കും? ഈ സിസിലിപുരം ജംഗ്ഷൻ. സിസിലിപുരം ജംഗ്ഷൻ. കപ്പയും എൻ്റെ അടുത്ത് ചോദിക്കൂലേ കപ്പയാണോ ഫേവറേറ്റ് എന്ന്? കപ്പയാണ് ഫേവറേറ്റ്. ആഹാ, എന്താ സ്വാദം. ഇടിയപ്പവും അപ്പവും ദോശയും പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കപ്പ മേടിച്ചു എന്നേ ഉള്ളൂ. ദേ കണ്ട, നാടൻ കോഴിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി എല്ലൊക്കെ ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ലല്ലോ. ഇച്ചിരി എരിവുണ്ട് എനിക്ക്. നല്ല നല്ല വെന്തുടഞ്ഞ കപ്പ. നോക്ക്, കപ്പ പുഴുങ്ങിയത് കഴിക്കാനൊരു പ്രത്യേക സ്വാദാണ്. ഇത് ഇച്ചിരി പൊടിച്ചിട്ടെ ഇച്ചിരി ചാറ് അങ്ങോട്ട് ഒഴിക്കാം നമുക്ക്. അത് ചേച്ചി എന്ത് സ്വാദാന്ന് അറിയോ? ഈ ഗ്രേവി ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറി വേണമെങ്കിലും ഉണ്ടേ. ഇതിപ്പോൾ നമ്മൾ പെരട്ടല്ലേ കാണിച്ചത്, കറി വേണമെങ്കിൽ അതും ഉണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ചോദിച്ചേ എന്തുട്ടാണ് ഈ പെരട്ട് എന്ന് ചോദിച്ചു. പെരട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ചാറില്ലാതെ ഇങ്ങനെ വരട്ടിയെടുക്കില്ല. അത് ഇവിടുത്തെ ഒരു ഭാഷയാണ്. തിരുവനന്തപുരം സൈഡിലേക്കാണ് ഞാനങ്ങനെ പെരട്ട് എന്നൊരു പേര് കേട്ടത്. നമ്മളവിടെ അങ്ങനെ വരട്ടിയെടുത്തതെന്നോ അല്ലെങ്കിൽ റോസ്റ്റ് എന്നോ ഒക്കെ പറയില്ലേ, ആ ഒരു ഇതിൻ്റെ ഒരു വെർഷനാണ് ഇത്. തീരെ ചാറ് കാണൂല. ഉള്ളി ചേർക്കൂല. അതന്നെ, പെരട്ടിൽ ഉള്ളി ചേർക്കൂല. ചേട്ടൻ ഇവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. രാവിലെ തുടങ്ങണ പണിയാണ്. 4:45 തുടങ്ങും അല്ലേ. ഇനി രാത്രി 11 മണി വരെ ഇവിടുത്തെ പണിയാണ്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ മുട്ട പുഴുങ്ങിയതുണ്ട് എന്ന് പറഞ്ഞില്ലേ, അല്ല ഇവിടെ വെച്ചോളാം. കാടമുട്ടയുണ്ട്, അതാ കണ്ട, കുട്ടി കുട്ടി മുട്ടകൾ. ഞാൻ എടുത്തു ചേച്ചി.
കൊള്ളാതെ. ഇത് താറാവ് മുട്ട കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ രാവിലെ ഇവിടെ ഇങ്ങ് വരുവാണെങ്കിൽ മുട്ട പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്, പാല് ഒക്കെ കഴിച്ചിട്ട് പോവുക. അങ്ങനത്തെ ഫുഡ് വേണം. എല്ലാ കടയിലും കിട്ടൂലല്ലോ അങ്ങനെയൊന്നും. അപ്പോൾ താറാവ് മുട്ട പുഴുങ്ങിയത് കൂടെ കഴിച്ചു. എനിക്ക് എരിവ് കാരണം ചുമ വന്നു. ഞാൻ എരിവ് എന്ന് പറയുന്നത് കേട്ടിട്ട് ആരും ഇവിടെ ഭയങ്കര എരിവാന്ന് വിചാരിക്കരുത്. കാരണം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് എരിവ് കഴിക്കാൻ പറ്റൂല. അങ്ങനെ കഴിച്ച് ശീലം ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. ഒരു കുഞ്ഞ് എരിവ് പോലും കഴിക്കില്ല. അപ്പോൾ ഇവിടെ കപ്പയും ചിക്കൻ പെരട്ടും ഒക്കെ ആകുമ്പോഴേക്കും ഒരു 9:30 മണിയാവേ. ഇവർ 4:45 5 മണിക്ക് തുറക്കും. രാവിലെ തന്നെ ഈ മുട്ട പുഴുങ്ങിയത്, പഴം, ദോശ, ചമ്മന്തി, സാമ്പാർ എല്ലാ സാധനവും രാവിലെ കിട്ടും. പക്ഷേ ഇത് റെഡി ആകുമ്പോഴേക്കും 9:30 ആവും. ഇപ്പം മണി എത്രയാണ്? ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 11:30 12 മണിയാകുമ്പോഴേക്കും ഊണ് റെഡിയാവും. ഊണിനായാലും 50 രൂപയേ ഉള്ളൂ. ലൊക്കേഷനും പിന്നെ ഇവിടുത്തെ സുരേഷ് ഏട്ടൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും. പിന്നെ ചിലവർക്ക് ഇപ്പോൾ വേറെ നാട്ടിൽ നിൽക്കുള്ളവർക്ക് അറിയാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ പൗർണമിക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. അത്യാവശ്യം നല്ല പ്രശസ്തിയായിട്ടുള്ളൊരു അമ്പലമാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ അതിൻ്റെ ലൊക്കേഷൻ കിട്ടും. അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അങ്ങനെ നിത്യപൂജയുള്ളൊരു സ്ഥലമല്ല, എല്ലാ വാവിൻ്റെ അന്നുമാണ് തുറക്കുക പൗർണമി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ 1-2 ദിവസം മാത്രം അങ്ങനെ തുറക്കുന്നവർ, അതാണ് ഇവിടുത്തെ വിശേഷാൽ പൂജയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലം. ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 100 മീറ്റർ തികച്ചില്ല ഈ കടയിലേക്ക്. എത്ര അടുത്താണ്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ നമ്മളും കയറിയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.